ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോളെ വിമർശിക്കാൻ പലർക്കും മടി കാണും. പക്ഷെ എനിക്ക് ഒരു മടിയില്ല. അനുമോള് തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് തന്നെ പറയും. അത് ആരെയും ആ കാര്യത്തിൽ ഭയക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അനീഷിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന ഫുഡ് കഴിക്കാൻ നേരത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. അനുമോള് മാറിപ്പോയി ആ ഒരു ഊഞ്ഞാലിന്റെ ആ ഏരിയയിൽ സിറ്റ് ഔട്ടിന്റെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഫുഡ് എല്ലാവർക്കും വിളമ്പി നെവിൻ ഉണ്ടാക്കിയ ഫുഡാണ്. അനുമോളുടെ കയ്യിൽ നിന്നും ആ ഒരു ഡ്യൂട്ടി നെവിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. നെവിനാണ് ഈ ആഴ്ച ഇനി ഡ്യൂട്ടി ചെയ്യുന്നത്, കിച്ചൺ ഡ്യൂട്ടി. അപ്പൊ നെവിൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കില്ല എന്നുള്ള മട്ടില് അനുമോൾ അവിടെ പോയി ആ ഊഞ്ഞാലിന്റെ മുകളിൽ പോയി ഊഞ്ഞാലിന്റെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ മുഖവും വീർപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആര്യം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര വലിയ പ്രശ്നം, ഇതെന്താണ് ഇത്ര വലിയ ഇഷ്യൂ, എന്താണുള്ളത്, ഇത്ര അഫക്റ്റഡ് ആവാൻ എന്താണുള്ളതെന്ന് ആര്യം ചോദിക്കുന്നുണ്ട്. എനിക്കും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളത്. ആ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കറക്റ്റ് ഒരു ദിവസം ആവാറായിട്ടും അതിങ്ങനെ മൈൻഡിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദിലയും നൂറയും അനുമോൾക്കെതിരെ ഒരു ഗെയിം കളിച്ചതാണ് എന്ന് മനസ്സിലാക്കി അതൊരു ഗെയിം സ്പിറ്റിൽ എടുക്കാനുള്ളതിന് ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഈ രീതിയിൽ ഫുഡിനോട് വാശി കാണിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല. ഇത് ഒറ്റപ്പെടൽ ഗെയിമാണ്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പറയാൻ വേറൊരു കാരണം, എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം ലാസ്റ്റില് അനുമോള് തന്നെ പോയി ആദിലയുടെയും നൂറയുടെ അടുത്ത് പോയി കോംപ്രമൈസ് ആവുന്നുണ്ട്. ആദിലയും നൂറയും കിടക്കുന്ന ബെഡിന്റെ അവിടെ പോയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആദില പെട്ടെന്നങ്ങ് അടുക്കുന്നൊന്നുമില്ല. ആദില പറയുന്നുണ്ട്, നീ ഇന്ന് എല്ലാരോടും മിണ്ടി, അക്ബറിനോട് മിണ്ടി, അനീഷേട്ടനോട് മിണ്ടി, എല്ലാരോടും നീ മിണ്ടി, ഞങ്ങളോട് ഒഴിച്ച് ബാക്കി എല്ലാരോടും നീ മിണ്ടി, ഞങ്ങളോട് മാത്രം നീ മോന്ത ഏറ്റി പിടിച്ച് നടന്നു എന്നൊക്കെ ആദില പറയുന്നുണ്ട്. അനുമോൾ എന്നിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ആദിലേനെ. അപ്പൊ ഈ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായാൽ ആ രീതിയിലാണ് എന്ന് പ്രേക്ഷകരെയും കൂടി ബോധിപ്പിക്കണം. അല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെടൽ ഗെയിം കളിച്ച് ഈ രീതിയിൽ ഫുഡിനോട് വാശി കാണിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇത് തീർച്ചയായിട്ടും വിമർശനത്തിന് 100 അല്ല 150% അർഹ തന്നെയാണ് അനുമോള്. ഇന്നലത്തെ ആ ഒരു വിഷയത്തില് അതിൽ കുറച്ചൊക്കെ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാണിക്കുന്നത് പ്യൂർലി ഡ്രാമ തന്നെയാണ് കേട്ടോ. ഇത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ മാറിപ്പോയി ആ ഇരുന്നത്, ആ ഇരിപ്പും മട്ടും ഭാവവും മുടിയുടെ ഹെയർ സ്റ്റൈലും എല്ലാം കണ്ടിട്ട് അത് തന്നെയാണ് തോന്നുന്നത്. ഇന്നത്തെ ദിവസം മുഴുവനും അനീഷിനോട് സംസാരിക്കുന്ന ആ മിനിറ്റ് വരെ എനിക്ക് തോന്നിയിരുന്നു ഇത് കുറച്ചൊക്കെ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്നത് കൊണ്ടാണ്, ഒറ്റപ്പെടുത്തലാണ് എന്ന് ഓർത്തായിരുന്നു. പക്ഷെ അവരാരും ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസമായിട്ടും ആരും ഇത് മനസ്സിൽ കൊണ്ടൊന്നും നടക്കുന്നില്ല. അനുമോളോട് ആരും നിനക്ക് ഫുഡ് ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നെവിൻ തമാശയ്ക്ക് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ മാറിപ്പോയിരിക്കുന്നതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. വെറുതെ ഇത്തിരി ക്യാമറ അറ്റൻഷൻ കിട്ടുമെന്നല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഗെയിം ആണെന്ന് പറയാൻ കാരണം.